ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സംഘടനകളുടെ മൗനത്തെ വിമർശിച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി നിശബ്ദത ഒന്നിനും പരിഹാരമല്ലെന്ന് സംവിധായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൗരവത്തോടെ സമീപിക്കണം. ബിന റാണി ചേരുന്നു. ബിന, സിനിമാ മേഖലയിൽ നിന്ന് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രതികരിച്ചിട്ടുള്ളൂ. എന്തായാലും ലിജോ ജോസ് പെല്ലിശ്ശേരി അദ്ദേഹം നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ, സർക്കാർ പുരസ്കാരങ്ങളൊക്കെ നേടിയ ഒരു പ്രതിഭയാണ്. ലിജോയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി അദ്ദേഹം ചിലരെ ലാക്കാക്കുന്നില്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചലച്ചിത്ര മേഖലയിലുള്ളവരെക്കാൾ അതിന് പുറത്തു നിന്നുള്ളവരുടെ പ്രതികരണങ്ങളാണ് കൂടുതലായി എത്തുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ഫേസ്ബുക്കിൽ കുറിച്ച് ചില വാക്കുകൾ ശ്രദ്ധേയമാകുന്നത്. നേരത്തെയും ഇതുപോലെ സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഇദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഹേമ കമ്മിറ്റി മുമ്പാകെ വന്നിട്ടുള്ള മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ സമീപിക്കണം. വെറുതെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉറക്കം നടിച്ചിട്ട് കാര്യമില്ല. അത് സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനവും കൂടി ആയിട്ടാണ് ഇത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിശബ്ദത ഒന്നിനും ഒരു പരിഹാരമാകില്ല എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ചലച്ചിത്ര മേഖലയിലെ പലരും ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നു എന്നുള്ള ഒരു സൂചന കൂടിയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത് എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിന് തന്നെ കുറിപ്പിന്റെ അടിയിൽ തന്നെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇപ്പോൾ എടുത്ത ഈ നടപടി, ഇല്ലെങ്കിൽ ഇദ്ദേഹം ഇത്തരത്തിൽ ധൈര്യപൂർവ്വം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കാണിച്ച ഒരു മനസ്സിന് ആളുകൾ നന്ദി പറയുന്നുണ്ട്. എന്തായാലും സ്ത്രീകളെ അപമാനിച്ചാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ കോടതി പറഞ്ഞാൽ കേസെടുക്കാമെന്നാണ് മറ്റൊരു മന്ത്രി പറയുന്നത്. ഇത്തരത്തിൽ നിരവധി ഇതെല്ലാം തന്നെ മന്ത്രിമാരുടെ വാക്കുകളെല്ലാം പാഴ്വാക്കുകളാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിന് താഴെയായിട്ട് വരുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ ധൈര്യം കാണിച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഇതുപോലെയുള്ള ശബ്ദങ്ങൾ ഇനിയും പുറത്തു വരട്ടെ എന്നാണ് ആളുകൾ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഇപ്പോൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ആശങ്കകൾ, ഇപ്പോൾ സംവിധായകൻ മുന്നോട്ട് വെച്ച ആശങ്കകൾക്കടക്കം പരിഹാരം കാണുമെന്ന് തന്നെ വേണം കരുതാൻ. വിശദമായ സത്യവാങ്മൂലവും കേസെടുക്കുന്നത് സംബന്ധിച്ച് നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് ഒരു ഫലം കാണുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കൂടുതൽ പേർ ഇത്തരത്തിൽ പ്രതികരണവുമായി മുന്നോട്ട് വരുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ വാക്കുകൾ ഇപ്പോൾ വളരെ ശ്രദ്ധ നേടുന്നുണ്ട്. അതിനോട് ഒരുപാട് ആളുകൾ പ്രതികരിക്കുന്നുമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സംഘടനകളുടെ മൗനത്തെ വിമർശിച്ച് ലിജോ ജോസ് പെല്ലിശ്ശേരി നിശബ്ദത ഒന്നിനും പരിഹാരമല്ലെന്ന് സംവിധായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൗരവത്തോടെ സമീപിക്കണം. ബിന റാണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.